ഹായ് ഡിയേഴ്സ്, നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. മെയിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ കേക്കിലേക്കായിട്ട് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ക്രീം ഫില്ലിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. ക്രീം ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബിസ്ക്കറ്റ്സ് ഒരു 15 മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നെ വാനില ക്രീം വരുന്ന ബിസ്ക്കറ്റ്സ് ഉണ്ട്, അതും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 kg വെയിറ്റ് വരുന്നൊരു കേക്കാണിത്. ഇനി ഇതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ആദ്യം നമ്മളൊന്ന് അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് ബൗളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ അരിപ്പയിൽ തന്നെ 3 തവണ അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ തവണ അരിപ്പയിൽ അരിച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 4 മുട്ടയാണ് നമ്മൾ എപ്പോഴും എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാനില എസൻസ് ഒഴിക്കുന്നത് എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ ഒരു ഫോമിലാവുന്നിടം വരെ നന്നായിട്ട് ഫുൾ ഹൈ സ്പീഡിലിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിലാവുന്നിടം വരെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു തിക്നെസ്സിലും ഈ ഒരു ഫ്ലഫിനെസ്സിലും നമുക്ക് ബാറ്റർ കിട്ടണം. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൊട്ട് 1/4 കപ്പ് വരെയും സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാറ്ററൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് 1/3 കപ്പ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതുപോലെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഓവറായിട്ട് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു ബാറ്റർ നമ്മളൊരു 8 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഓവൻ ആണെന്നുണ്ടെങ്കിൽ ഓവൻ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ പ്രീഹീറ്റ് ചെയ്തിടാം. ഇനി അതല്ല സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പ് നമ്മൾ ബേക്കാൻ വയ്ക്കുന്ന പാത്രം ഒരു 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു 160 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതല്ല സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഏകദേശം 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുക്കേണ്ടി വരും 1 കിലോ കേക്കിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് പൊടിച്ച ഓറിയോ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സ്റ്റെപ്സും അതുപോലെ തന്നെ ആദ്യം കേക്ക് ബേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം ഫസ്റ്റ് ബേസ് വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം
ഇതുപോലെ ക്രീമാക്കി കൊടുത്തു. നമ്മളിതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ ക്രംസ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റ്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് അവിടെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട പോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ ഒരു ടൈമിൽ ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ ക്രംസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സിൻ്റെ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ ഐഡിയ പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനലായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു അരയിഞ്ച് തിക്നെസ്സിൽ തന്നെ കേക്കൊന്ന് ഫുൾ ഫൈനൽ ഐസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കേക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് കേക്കിൻ്റെ പകുതി ലുക്ക് ഇരിക്കുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂർ N1 നോസിലിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ 2-3 കുറച്ച് ഫ്ലവേഴ്സാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡിസൈൻസൊക്കെ നമ്മുടെ ഐഡിയ പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഡിസൈൻസും കൂടിയാണിത്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ്സ് ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് ഹാഫാക്കിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ മുകളിലൊന്ന് വച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് ഇതിൽ ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് 2 വലിയ 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്സാണ് നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.